സ്വാഭാവികമായി ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സ്വാഭാവികമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ ഒരു ഗതകാല ചരിത്രം ഓർമ്മ വന്നിരിക്കാം. എന്താ ചരിത്രം? ഒരാളവിടുന്ന് കൊന്നിട്ടാ പോയിട്ടുള്ളത്. ഈജിപ്തിലായിരിക്കെ അബദ്ധത്തിൽ ഒരാളെ കൊന്നിട്ട് ഇവിടുന്നാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോ അതെന്താകുന്നൊരു പേടിയായില്ലേ? പേടി എന്ന് പറഞ്ഞാൽ ദുന്യാവെന്ന് മാത്രല്ല, ഇങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചിട്ടും നാളെ മഹ്ശറിൽ ജനകോടികൾ ഷഫായത്തിന് പറയാൻ വേണ്ടിയിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കുമ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നും കാരണമായി പറയുന്ന പ്രതിബന്ധം ഇതായിരിക്കുമെന്നാണ്. എൻ്റെ കൈ കൊണ്ടൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ അള്ളാഹ് എന്താ തീരുമാനം എടുക്കുകയെന്ന് ഞാൻ തന്നെ ബേജാറിലാണ്, നിങ്ങൾ ഈസൻ്റെ അടുത്ത് പോയിക്കോളൂ. അത് മറക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അബദ്ധങ്ങൾ, മനുഷ്യരാണ്, അബദ്ധം പറ്റാത്ത ഒരാളുമില്ല. അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ആ അബദ്ധങ്ങൾ എപ്പോഴും ഓർമ്മ വേണം. അതെന്തിനാ? ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഇനി ഒരു നിരാശനായിട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല. ആ അബദ്ധങ്ങൾ ഓർക്കും തോറും തൗബ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വൻപാപങ്ങളാവട്ടെ ഏത് പാപങ്ങളാവട്ടെ നമ്മളിങ്ങനെ ഓർക്കണം, അങ്ങനെ ഓർക്കണം. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇവിടെ അള്ളാന്റെ അടുക്കൽ ഇതാ പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള സുവിശേഷമാണ് പറയുന്നത്. അപ്പോഴേക്കും ഓർമ്മ വന്നിട്ടുണ്ടാകും. ഉടനെ തന്നെ അല്ലാഹു തആല അവിടെ പറയാണ്, ഇല്ലാ മൻ ളലമ, അക്രമം പ്രവർത്തിച്ചയാൾക്കൊഴികെ അവർക്ക് പേടിക്കേണ്ടി വരും. അക്രമം പ്രവർത്തിച്ച വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ടി വരും. ഇല്ലാ മൻ ളലമ, അക്രമം പ്രവർത്തിച്ചവരൊഴികെ. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൂടുതൽ പേടിയായിട്ടുണ്ടാവില്ലേ? കൂടുതൽ പേടിയായിട്ടുണ്ടാകും. അത് റബ്ബ് അറിയൂലേ? അറിയൂലോ. ഉടനെ തന്നെ പറയുന്ന വാചകം നോക്കൂ. എന്നാൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയി എന്ന് വന്നെങ്കിൽ തന്നെ സുമ്മ ബദ്ദല, പിന്നീട് അയാൾ പകരം ചെയ്തു. ജീവിതത്തിൽ അബദ്ധം പറ്റിപ്പോയി, അബദ്ധങ്ങളുടെ കൂമ്പാരം തന്നെ പറ്റിപ്പോയി. മനുഷ്യ സഹജാനൊക്കെ വരാം. എത്ര കൊടുംപാപികളാണെങ്കിലും അല്ലാഹു തആല ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. ഏത് കൊടുംപാപി? 99 ആളെ കൊന്ന ഘാതകനാണ്, ഭീകരനാണ്. അയാളൊരു പണ്ഡിതനോട് പോയിട്ട് ചോദിച്ചു, 99 ആളെ കൊന്ന ആളാണ് ഞാൻ, എനിക്ക് തൗബണ്ടോ? അയാൾ വേഗം ചാടിക്കേറി ഫത്വ കൊടുത്തു, എനിക്കൊന്നും തൗബല്ല. 99 ആളെ കൊന്നിട്ട് പിന്നെ തൗബ എനിക്ക് കിട്ടുക? ആ ദേഷ്യത്തിന് അയാളെയും കൂടി ഞാൻ കൊന്നിട്ട് അയാൾ എണ്ണാണ് പൂർത്തിയാക്കി. എന്നാ കെട്ട നീയും പോ, 100 എണ്ണാക്കി. പിന്നെ അയാൾക്ക് കുറ്റബോധം. അപ്പൊ മറ്റൊരു തഹ്ഖീഖുള്ള പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, പേടിക്കണ്ട, പരിഹാരമുണ്ട്, തൗബണ്ട്, എല്ലാം പൊറുക്കുന്നവനാണ് അല്ലാഹ്, നിങ്ങൾ ഇന്ന നാട്ടിലേക്ക് പോയിക്കോളി. ഇപ്പൊ ഈ നിൽക്കുന്ന സാഹചര്യമാണ് നിങ്ങളെ ഈ പഴപ്പിക്കുന്നത്. ഈ രാജ്യം നിങ്ങൾ വിടണം, തെറ്റിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു നാട്ടിലാണ് നിങ്ങളുള്ളത്, അതുകൊണ്ട് നല്ലൊരു നാട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ പോയതും സംഭവമൊക്കെ നമുക്കറിയാലോ. ഏത് കൊടും ഭീകര, ഏത് പാപം ചെയ്തവനും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ ഏതൊക്കെ പാപങ്ങൾ പറഞ്ഞു? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ യുദാഅഫു ലഹു അൽഅദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ ഇല്ലാ മൻ താബ. കണ്ടോ? ആ പാപങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും അല്ലാഹു പൊറുക്കാത്ത പാപമാണ് ശിർക്ക്, മനുഷ്യവധം, വ്യഭിചാരം. ഇതൊക്കെ ചെയ്തവരോടും പറയണേ, നിങ്ങൾ തൗബ ചെയ്യ്. എങ്കിൽ ആ തൗബ കാരണത്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കും. നിങ്ങളുടെ തിന്മകളെ അവൻ നന്മയാക്കി മാറ്റും പിന്നീട്. അപ്പൊ ഇവിടെയും പറയുന്നത് അതാണ്.